ആൻഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കോറൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ സൈഡിൽ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ആ ബീച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ നമ്മൾ ആദ്യം ആസ്വദിച്ച് ബസ്സിൽ നമ്മൾ പോയി നമ്മളെ ബോട്ട് കയറുന്ന ഒരു സ്പോട്ടുണ്ട്. നമ്മൾ കുറേ പേരുടെ പട്ടായ എന്നൊക്കെ വലിയതായിട്ട് പട്ടായ എന്നൊക്കെ എഴുതിയേക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ സ്പോട്ടിലെത്തി. പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലൊരു റെഡ് കളർ നമുക്ക് ബാൻഡ് നമുക്ക് കെട്ടിത്തന്നു. അങ്ങനെ നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ സാഫ്രോൺ ടീം മൊത്തം നമ്മൾ ആ പട്ടായ എന്ന് എഴുതി അവിടെ നിന്ന് നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് കയറാൻ കുറച്ച് നടക്കണം. സോ ആ ഒരു ടൈമിൽ നമ്മൾ അവിടെയൊക്കെ നടന്നു. ആൻഡ് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും കുറേ വർത്താനമൊക്കെ പറഞ്ഞു. നമ്മൾ നടന്ന ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് മോർണിംഗ് എല്ലാവരും നല്ല ഫുൾ ഓൺ എനർജിയിലായിരുന്നു. കോറൽ ഐലൻഡ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. ആൻഡ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ വേണം എന്ന് പറഞ്ഞ് എല്ലാവരും ആ ഒരു അടിച്ചുപൊളി മൈൻഡിലായിരുന്നു. സോ നമ്മൾ കുറച്ച് നടന്നു. ആൻഡ് ഈ ഒരു ബ്രിഡ്ജിൽ കയറുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. പുള്ളി എടുത്ത് പറയാൻ ശരിക്കുണ്ട്. പുള്ളി ചെറബറ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് ഫാമിലി ഫോട്ടോസാണ് എല്ലാവരും എടുത്തു തന്നത്. ബട്ട് അടിപൊളി ഫോട്ടോസായിരുന്നു. ഞാൻ ആ ഫോട്ടോ കാണിക്കാം. നമ്മൾ ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ നമ്മളുടെ ഫോട്ടോ ഒരു ഫ്രെയിം ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ ഈ ഒരു ബോട്ടിലാണ് കയറിയത്. ഈ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഇത് ഭയങ്കര സ്പീഡിലായിരുന്നു. ഡ്രൈവർ എന്ന് പറയുന്നത് ഏകദേശം റോക്കറ്റ് ഓടിക്കുകയാണ്, ജെറ്റ് ഓടിക്കുക, എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ തിര ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അത്രയും സ്പീഡിൽ പോയി ഇടിക്കുമ്പോൾ മൊത്തത്തിൽ ബോട്ടങ്ങ് ഇടിച്ച് പൊങ്ങുമായിരുന്നു. അപ്പോൾ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായി. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് കുറേ പേർക്ക് വോമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കുറച്ചൊന്ന് ഡള്ളായിപ്പോയി, കാരണം പേടിച്ചു പോയി. പിന്നെ അവർക്ക് വയറുവേദന വരുന്നു, ജോക്കുട്ടിനാണെങ്കിൽ ഇടയ്ക്ക് വയറുവേദന വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മൈൻഡൊക്കെ മാറ്റി. അങ്ങനെ നമ്മൾ ഈ ഒരു ഇടയ്ക്ക് നമ്മളിപ്പോൾ കോറൽ ഐലൻഡ് എത്തിയിട്ടില്ല. ബോട്ട് വന്ന് ഫസ്റ്റ് എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു ബേസിസിലാണ്. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ പേ ചെയ്യണം. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം ഏകദേശം ഒരു 10 to 20 minutes അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര വർത്താനം, എന്താണ് ഇവർ ഡിസ്കസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ജോക്കുട്ടന് ഈ റൈഡ്സ് ഒക്കെ ഒന്ന് കയറിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവന് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നാലോ, കാരണം ഇനിയും നമുക്ക് ഒരു 3 days കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അവനെ നന്നായിട്ട് കെയർ ചെയ്യണ്ടേ. പിന്നെ കുഞ്ഞുമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കയറ്റിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ റൈഡ്സ് എല്ലാം ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളും പോയില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഷഹന, ഷാദിൽ അവർ രണ്ടുപേരും എല്ലാ റൈഡ്സും അവർ അടിപൊളി ചിൽ മൈൻഡായിരുന്നു. അവർക്ക് എല്ലാ റൈഡ്സിലും കയറണമെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും കയറി. ഈവൻ ദോ കുഞ്ഞ് വയ്യായിരുന്നു, പക്ഷേ കുഞ്ഞിനെ നമ്മൾ നോക്കി. കാരണം അവർ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളത്. നമ്മളുടെ ടൂർ മാനേജർ അനൂപേട്ടൻ അവരുടെ കൂടെ ഫുൾ സപ്പോർട്ടിനുണ്ടായിരുന്നു. അപ്പോൾ അനൂപേട്ടനാണ് കുഞ്ഞിനെ നോക്കിയത്. അപ്പോൾ ആ ഒരു സമയം അവർക്കൊരു ഇത് കയറണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് എല്ലാത്തിലും കയറാൻ പറ്റി. അവർ നല്ല അടിപൊളി കപ്പിൾസാണ്, നല്ല ചിൽ മൈൻഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്കൊരു കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് ശരിക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കയറാം. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് നമ്മൾ എല്ലായിടത്തേക്കും പോവുകയും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു. ആർക്കും അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നമ്മളവിടെ നോക്കി നിന്നു. ഇതൊക്കെ കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തം എല്ലാം അവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് എല്ലാവരുടെയും ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ബോട്ടിൽ തന്നെ കയറി നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴി ഞാൻ പറഞ്ഞു, ഈ ഷഹനേനെയും ഷാദിലിനെയും നമ്മൾ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്തു. കാരണം അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ വേറൊരു സ്പോട്ടിലാണ് നടക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഡ്രൈവർ ആ തൊപ്പി വെച്ച് പുള്ളി പറപ്പിച്ചങ്ങ് വിട്ടു. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡ് എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. ബീച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം തല വരെ നമ്മൾ നനഞ്ഞ അവസ്ഥയായിപ്പോയി. കാരണം എല്ലാം മറന്നങ്ങോട്ട് വെള്ളത്തിലോട്ട് ചാടി. പിന്നെ നമ്മൾ കൂടെയുള്ള എല്ലാവരും ഒന്നും ഇറങ്ങിയൊന്നുമില്ല. കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു
ബോട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത വന്നു, പിന്നെ കുറച്ച് പേര് ടയേർഡായി. പിന്നെ അമ്മമാരൊന്നും അങ്ങനെ ഇറങ്ങിയില്ല, കുറച്ച് പേരൊക്കെ മാത്രം വന്ന് ഫുൾ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ജോക്കുണ്ടാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നുമില്ല, നമുക്ക് കയറാനും പറ്റുന്നില്ല. എനിക്കിവനെ പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നിച്ചുവാണ് ഇവനെ ഫുൾ പിടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ വെള്ളം കുറച്ച് ഡേഞ്ചറാണ്, നമ്മളത് ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ നമുക്കത് ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പോൾ അവനെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൻഷൻ്റെ അടുത്ത് കൊടുത്ത് അവരപ്പനും മോനും ഫുള്ളി എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നമ്മളിവിടെ എത്തിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1:30 ഒക്കെ ആയി. നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച് നമുക്കൊരു ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തായ് സീ ഫുഡായിരുന്നു. ആൻഡ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ തായ് സീ ഫുഡെന്ന്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടേ. ഇറ്റ് വാസ് സൂപ്പർബ്, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ പക്ഷേ ഇതെന്ന് പറയുന്നത് സ്ക്വിഡ്, പിന്നെ ഒക്ടോപ്പസ്, അങ്ങനെ പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു, സീ ഫുഡിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ്, ഇങ്ങനെ അതൊരു സോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എല്ലാത്തിനും ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസിൻ്റെ ഒക്കെ. പിന്നെ എനിക്ക് അവരുടെ സൂപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കറി, ഇത് കക്കർച്ചി പോലെ ഇരിക്കും, പക്ഷെ അതല്ല, പക്ഷെ നല്ലതായിരുന്നു. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സീ ഫുഡ് സൂപ്പറായിരുന്നു.